വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി പ്രചരണത്തിൽ ഏറെ മുന്നിലാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. UDF ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും വോട്ടർമാർക്ക് കിറ്റും പണവും നൽകി തരംതാണ പ്രവൃത്തിയാണ് നടത്തുന്നതെന്നും വണ്ടൂരിൽ അദ്ദേഹം ആരോപിച്ചു. ജനങ്ങളാകെ ഒരു മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനം മത സൗഹാർദ്ദം നിലനിർത്താനും അതുപോലെ തന്നെ മതേതരത്വം നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ആഗ്രഹം തീർച്ചയായും അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി രാഹുൽ ഗാന്ധി വരുത്തിവെച്ച ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന ചിന്തയാണ് പൊതുവിൽ ജനങ്ങൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി പ്രചരണത്തിൽ ഏറെ മുന്നിലാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. UDF ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും വോട്ടർമാർക്ക് കിറ്റും പണവും നൽകി തരംതാണ പ്രവൃത്തിയാണ് നടത്തുന്നതെന്നും വണ്ടൂരിൽ അദ്ദേഹം ആരോപിച്ചു. ഇതിനകം വണ്ടൂർ അസംബ്ലി മണ്ഡലത്തിൽ മാത്രമായി 500-ലധികം കുടുംബയോഗങ്ങൾ പൂർത്തീകരിച്ചെന്നും മൂന്നാംഘട്ട സ്ക്വാഡ് പ്രവർത്തനം അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. 70 കോടി രൂപ BJPക്ക് നൽകിയ റോബർട്ട് വധേരയോട് നന്ദി സൂചകമായാണ് മണ്ഡലത്തിൽ BJP അപ്രധാന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ BVOC ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. NIPMS അക്കാഡമി, നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി. ഫോർ അഡ്മിഷൻ 9957 08048.